രാജ്യത്ത് ഉഷ്ണതരംഗത്തെ തുടർന്ന് 3 പേർ മരിച്ചു. ഒഡീഷയിൽ സെൻസസ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 2 അധ്യാപകരാണ് മരിച്ചത്. ഹരിയാനയിൽ ജോലിക്കിടെ മധ്യവയസ്കനും കുഴഞ്ഞു വീണ് മരിച്ചു. അഗോളയിലാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വിഷ്ണുപ്രസാദ് വിവരങ്ങളുമായി ചേർന്ന്. വിഷ്ണു, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ചൂടെന്ന് പറയുമ്പോഴും ചൂടിന്റെ കാഠിന്യം എത്രത്തോളമെന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ് ഉത്തരേന്ത്യയിലെ ഈ സംഭവങ്ങൾ. എന്താണ് ഉണ്ടായത്? വിശദവിവരങ്ങൾ എന്തൊക്കെ? രാജ്യത്ത് ഇതുവരെ 3 മരണങ്ങളാണ് ഈ ഹീറ്റ് വേവ്, അതായത് ഉഷ്ണതരംഗവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ 2 എണ്ണം വന്നിട്ടുള്ളത് ഒഡീഷയിൽ നിന്നാണ്. നമുക്കറിയാം, രാജ്യത്തെ സെൻസസ് ജോലികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി വീടുകൾ കയറിയുള്ള വിവരശേഖരണത്തിനിടെയാണ് 2 അധ്യാപകർക്ക് ജീവൻ നഷ്ടമായിട്ടുള്ളത്. ആദ്യ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് മയൂർഭഞ്ചിലാണ്. രാജ് കപൂർ ഹേംബ്രം എന്ന് പറയുന്ന ഒരു അധ്യാപകനായിരുന്നു മയൂർഭഞ്ചിൽ ഈ സെൻസസ് നടപടികൾക്ക് വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹമാണ് ഈ കനത്ത ചൂടിനെ തുടർന്ന് അദ്ദേഹത്തിനാണ് ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത്. മറ്റൊരു സംഭവം നടന്നത് സുന്ദർഗഡിലാണ്. സുന്ദർഗഡ് ജില്ലയിൽ അനുരാഗ് എക്ക എന്ന് പറയുന്ന ഒരു അധ്യാപകനും ഇതേ രീതിയിൽ തന്നെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും മൂന്നാമത്തെ സംഭവം ഹരിയാനയിലെ ന്യൂഹിലാണ്. അത് രാജേന്ദ്ര പസ്വാൻ എന്ന് പറയുന്ന ബീഹാറിലെ സമസ്തിപൂർ സ്വദേശിയാണ്. അദ്ദേഹം പഞ്ചാബ് ന്യൂഹിലെ ഒരു ധാന്യ വിൽപ്പനശാലയിൽ ചുമടെടുക്കുന്നതിനിടെയാണ് കുഴഞ്ഞു വീണിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. എന്തായാലും 3 മരണങ്ങൾ ഇത്തവണ 2026 ഉഷ്ണതരംഗത്തിന്റെ ഭാഗമായുള്ള ആദ്യ 3 മരണങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇനി വരും ദിവസങ്ങളിൽ ചൂട് കൂടാനുള്ള സാധ്യതയെല്ലാമാണ് പ്രവചിക്കുന്നതെങ്കിലും ഇടയ്ക്ക് ഒരു ചെറിയൊരു മഴയ്ക്കുള്ള സാധ്യതയും IMD മുന്നോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇപ്പോഴുള്ള ഈ ഉഷ്ണതരംഗത്തിന് ഒരു ഇടവേള ലഭിക്കും. പക്ഷെ ചൂട്, അന്തരീക്ഷ താപനില 41 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ തന്നെ തുടരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ ഇന്നത്തെ ഏറ്റവും ഉയർന്ന ചൂടിന് സംബന്ധിക്കുന്ന കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ആഗോളയിലാണ് ഏറ്റവും കൂടുതൽ ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സമാനമായ രീതിയിൽ തന്നെയാണ് ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഹരിയാന, ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിലും അതോടൊപ്പം തന്നെ ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്ന പശ്ചിമ ബംഗാളിലും സമാനമായ രീതിയിൽ ചൂട് ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത്. ബീഹാറിൽ ഉൾപ്പെടെ ചൂടിന് വലിയ വർധനവുണ്ടായിട്ടുണ്ട്. രാജസ്ഥാനിൽ ചൂട് കൂടി നിൽക്കുന്ന ഒരു സാഹചര്യവുമാണുള്ളത്. മോത്തി, ശരി. വിശദാംശങ്ങൾ പങ്കുവച്ചത് വിഷ്ണുപ്രസാദാണ്. അതിശക്തമായ കനത്ത ചൂടാണ് ഉത്തരേന്ത്യയിൽ അനുഭവപ്പെടുന്നത്.